സിസ്റ്റർ ജസ്മി, ഇപ്പം നോക്കൂ, ഈ രണ്ട് കന്യാസ്ത്രീകൾക്ക് വേണ്ടി കർദിനാൾ തൊട്ടിങ്ങോട്ട് താഴോട്ട് എല്ലാവരും ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നും രാജ്ഭവനിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. നോക്കൂ സിസ്റ്റർ ജസ്മി, ഈ ക്രൈസ്തവ സഭ വിമർശനാതീതമാണോ? നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ടപ്പോൾ അവരുടെ ഘാതകരെ സംരക്ഷിക്കാനായിരുന്നു സഭ ശ്രമിച്ചത്. SDPIയുടെ ക്രിമിനലുകൾ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയപ്പോൾ സഭ സ്വീകരിച്ച നിലപാട് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അദ്ദേഹത്തെ ചേർത്ത് പിടിക്കാതെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായിരുന്നു മാഷിൻ്റെ ഭാര്യയുടെ ആത്മഹത്യക്ക് ഇടയാക്കിയതും അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ തുലച്ചതും. ബിഷപ്പ് ഫ്രാങ്കോ പലവട്ടം ബലാത്സംഗം ചെയ്തെന്ന് ഒരു കന്യാസ്ത്രീ പരാതിപ്പെട്ടു. അവരെ പിന്തുണച്ച് പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങിയ കന്യാസ്ത്രീകൾ അവരൊക്കെ ഇപ്പോൾ പെരുവഴിയിലായി. സഭ അന്നൊന്നും ഇവരുടെ പോരാട്ടത്തിൻ്റെ ധാർമ്മികതയോട് ഒപ്പം നിന്നിരുന്നില്ല. സഭയുടെ തെറ്റായ നടപടികളിൽ പ്രതിഷേധിച്ച സിസ്റ്റർ ലൂസി കളപ്പുരക്കൽ ഉയർത്തിയ വാദങ്ങളിൽ ആത്മപരിശോധന പോലും നടത്താതെ അവരെ ഒറ്റപ്പെടുത്തി. അപ്പോൾ നോക്കൂ, സഭയുടെ ഭാഗത്തു നിന്നും വളരെ സെലക്റ്റീവായിട്ടുള്ള സംരക്ഷണം. ചില വിഷയങ്ങളിൽ വലിയ താല്പര്യമാണ് സഭയ്ക്ക്, മറ്റ് ചില വിഷയങ്ങളെ പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്നു. അങ്ങനെയുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് സിസ്റ്റർ ജസ്മി. അപ്പോൾ നോക്കൂ, ഇതെല്ലാം നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നതാണ്. നേരത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ശ്രീ വിപിൻ പറഞ്ഞതുപോലെ നോക്കൂ, നിയമ നടപടികളുണ്ട്. ആ നടപടികൾക്ക് വിധേയമായിട്ട് രാജ്യത്തെ ഏത് പൗരനും മുന്നോട്ട് പോകാൻ പറ്റൂ. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പ്രത്യേക താല്പര്യം എടുത്ത് ഇടപെട്ടത് കൊണ്ടൊന്നും ഒരുപക്ഷെ അതിന് പരിഹാരമുണ്ടായെന്ന് വരില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരുപക്ഷെ അവർക്ക് തെറ്റുപറ്റിയതാവും. സിസ്റ്ററും അത് സൂചിപ്പിച്ചു. ഒരുപക്ഷെ അവരുടെ അജ്ഞതയായിരിക്കാം, അവരുടെ ഇന്നസെൻസ് ആയിരിക്കാം, ഒരുപക്ഷെ അവരെ കൊണ്ടുവന്ന് കുഴിയിൽ ചാടിച്ചതായിരിക്കാം. അപ്പോൾ അതൊരു പക്ഷേ നീതിപീഠത്തെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അതൊരു പക്ഷേ നടത്താൻ സാധിച്ചേക്കും. അതിനപ്പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല. കാരണം ഇതിപ്പോൾ കോടതിയുടെ പരിഗണനയിലുള്ളൊരു വിഷയമാണ്. അപ്പോൾ സ്വാഭാവികമായി സഭ തന്നെ ഒരു പുനർവിചിന്തനം നടത്തേണ്ട ഒരു സമയമായില്ലേ സിസ്റ്റർ ജസ്മി? ഇത്തരം വിഷയങ്ങളിൽ ചില വിഷയങ്ങൾ അമിതമായിട്ടുള്ള താല്പര്യം കാണിക്കുന്നു. അതേസമയം കന്യാസ്ത്രീകൾ തന്നെ ഉൾപ്പെട്ട ചില വിഷയങ്ങൾ ലാഘവത്തോടെ തള്ളിക്കളഞ്ഞതും നമ്മുടെ മുന്നിലില്ലേ? തീർച്ചയായും ഈ പുനർവിചിന്തനം അത്യാവശ്യമാണ്. ഓരോ സംഭവത്തിലൂടെയുമാണ് ഞാൻ ദൈവം എന്ന് പറയുന്ന ആ ശക്തി സംസാരിക്കുക. ഈ ഒരു സംഭവം ഒരു കണ്ണു തുറക്കലാകണം. കാരണം നിയമവിധേയമാണ് എല്ലാവരും. ഇപ്പം നേരത്തെ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ച എല്ലാ സംഭവങ്ങളും ആ പറഞ്ഞ വിധത്തിൽ തന്നെ ഞാൻ യോജിക്കുന്നു. അവിടെയൊക്കെ ഹണ്ടറിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇരയുടെ എതിരായിട്ട്, വിക്ടിമിൻ്റെ എതിരായിട്ട് നിന്ന ഒരു സഭയെ നമുക്ക് കാണാൻ പറ്റും. ഞാനൊക്കെ അതിനെതിരെ പ്രതിഷേധിച്ച വ്യക്തികളുടെ ഒരാളല്ലേ. അതിനോട് കൂട്ടിച്ചേർക്കാൻ ഞാൻ ഓർമ്മയിൽ വന്നത് ഫാദർ റോബിൻ ഒരുപാട് പെൺകുട്ടികളെ നഴ്സിങ്ങിനെ എന്ന് പറഞ്ഞിട്ട് കാനഡയിലേക്ക് കൊണ്ടുപോയി. പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നാണ്. അവരോടൊക്കെ പറഞ്ഞു നഴ്സിംഗ് ജോലിയാണ് തരാൻ പോണേ. അവരൊക്കെ സമ്മതിച്ചു വിട്ടു. അച്ഛൻ അവിടെ പോയിട്ട് കാനഡയിലെ ആപ്പിൾ തോട്ടം മേടിച്ചിട്ട് അവിടെ തോട്ടത്തിൽ പണിയെടുപ്പിക്കുകയും ഒപ്പം അവരെയൊക്കെ കുടിസായ മുറികളിൽ താമസിപ്പിച്ച് വേറെ പലതും നടന്നു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, അതിന് തെളിവില്ല. എന്നിട്ട് അവർ നേഴ്സസൊന്നുമല്ല, അവർ അച്ഛൻ്റെ തോട്ടത്തിൽ പണിയെടുക്കാനുള്ള തൊഴിലാളികളായി മാറി. ഇവിടെ പേരൻസ് വന്നിട്ട് അച്ഛനോട് പറയുകയാണ്, അവൾ പോയിട്ട് 2-3 മാസമായി, ഇതുവരെ ശമ്പളമൊന്നും അയച്ചില്ല. അപ്പോൾ അച്ഛനൊരു 500-ൻ്റെ നോട്ട് എടുത്ത് കൊടുക്കും. അവർ ഹാപ്പിയായി. 500-ൻ്റെ നോട്ടൊക്കെ അന്ന് വളരെ വിരളമാണ്. അങ്ങനെ ആരൊക്കെയോ പണ്ട് ചെയ്തു വെച്ച പാപത്തിൻ്റെ ഒരു പ്രായശ്ചിത്തം പോലെയാണോ ഈ സിസ്റ്റേഴ്സ് പെട്ടുപോയത്? നമുക്ക് ഈ സിസ്റ്റേഴ്സ് ജയിലിൽ ആയിപ്പോയി എന്ന് പറയുമ്പോൾ ക്രിമിനൽസ് സിസ്റ്റേഴ്സ് ആയാലും അച്ഛനായാലും ഒക്കെ ജയിലിൽ കിടന്നോട്ടെ. ഫാദർ റോബിൻ അവസാനം ജയിലിലായല്ലോ, അത് വേറെ കാരണത്താൽ ആയാലും. ഫ്രാങ്കോ ബിഷപ്പും കുറച്ച് നാളെങ്കിലും ജയിലിൽ കിടന്നുവല്ലോ. ഫ്രാങ്കോ ബിഷപ്പിനെ വിട്ടത് കോർട്ട് പറഞ്ഞ കാര്യം അവർ തമ്മിൽ ഉഭയസമ്മതപ്രകാരം സെക്സ് ചെയ്തു. അത് കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിച്ചിട്ടുള്ളതാണ്.
അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഒന്നും ശിക്ഷിക്കാനില്ല. ഇറ്റ് ഇസ് നോട്ട് എ ക്രൈം. പക്ഷേ സഭ പറയണം വെദർ ഇറ്റ് ഈസ് എ സിൻ ഓർ നോട്ട്. സഭയുടെ കാഴ്ചപ്പാടിൽ എന്താണ് സിൻ? ഞാൻ പറയാം, ഇനി പന്ത് സഭയുടെ കോടതിയിലാണ്. വിശ്വാസികളോട് പറയണം എന്താണ് ബ്രഹ്മചര്യം, എന്താണ് ഈ ബിഷപ്പ് ഇതൊക്കെ ചെയ്താലും ബിഷപ്പായിട്ടോ അല്ലെങ്കിൽ അച്ഛനായിട്ടോ തുടരുന്നതും സിസ്റ്ററായിട്ട് തുടരുന്നതും. അപ്പോൾ ഇത്തരം കുറേ ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് അവിടെയുണ്ട്. പക്ഷേ ഈ ഒരു ഛത്തീസ്ഗഡിൽ ഉണ്ടായ ഈ സംഭവത്തിൽ ഈ സിസ്റ്റേഴ്സ് ഒരു നിരപരാധികളായിട്ടാണ് കേട്ടിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നതും എൻ്റെ ചുറ്റുമുള്ളവരും മനസ്സിലാക്കുന്നത്. പക്ഷേ നിയമവഴിക്ക് പോകണം. അവരെ ജയിലിലിട്ടു എന്ന് കാണുമ്പോഴാണ് സങ്കടം. കാരണം അല്ലാതെയും പുറത്ത് നിർത്തിയിട്ടും പിണറായിയുടെ കാലത്ത് സിസ്റ്റേഴ്സ് ആ ജയിലിൽ പോയത് ഞങ്ങൾ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. അത് ഒരുപക്ഷെ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഉണ്ടാകും. സിസ്റ്റേഴ്സ് വീട്ടിലായിരിക്കും അല്ലെങ്കിൽ മഠത്തിലായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ശ്രദ്ധ വരുന്നത് ഇന്നും നാളെയും മറ്റന്നാളും ഇനിയും എത്രയോ ദിവസം അവർ ജയിലിൽ കഴിയേണ്ടി വരുന്നു. ആരൊക്കെയോ ചെയ്ത എന്തെങ്കിലും ആരെങ്കിലും അപരാധം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ ഇവരുടെ മേൽ വന്ന് പതിക്കുന്നുണ്ടോ എന്നൊക്കെ ആ ഒരു സങ്കടമാണ് മനസ്സിലുള്ളത്. അതുകൊണ്ടാണ് ഇപ്പം ഞാനും അതുപോലെ ഒരു ദിവസം ചെയ്യാത്തൊരു അപരാധത്തിന് ജയിലിൽ കിടക്കേണ്ട വന്നാലുള്ള ആ ഒരു വേദനയാണ് ഞാനിവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇത് സഭയുടെ കണ്ണ് തുറപ്പിക്കണം. ഞങ്ങളുടെ അധികാരവും സ്വാധീനവും ഒക്കെ ഉപയോഗിച്ച് ഏത് നിയമവും ലംഘിക്കാം. അതിന് കുറേ കുഞ്ഞാടുകളുണ്ട് അനുസരിക്കാൻ, അനുസരണവ്രതം കൊണ്ട്. അങ്ങനെ ആവരുത്. നിയമങ്ങളെപ്പറ്റി സഭാധികാരികളും ബോധവാന്മാരാകണം. അതേ വിധത്തിൽ തന്നെ അനുയായികൾക്കും നിയമത്തിലുള്ള ജ്ഞാനവും കിട്ടണം. അത് അനുസരിക്കാനുള്ള ഒരു നിർബന്ധവും കൊടുക്കണം. ഈ നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ചാരിറ്റി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനുണ്ടൊരു നേരായ വഴി. അപ്പോൾ അതിലെവിടെയെങ്കിലും ചെറിയ ചെറിയ അപാകതകൾ വന്നാൽ ആ ചാരിറ്റിയുടെ ശോഭയാണ് പോകുന്നത്. എത്രയോ നന്മകൾ ഇവർ ചെയ്തു, പക്ഷേ ഒരുപാട് തിന്മകൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. അനിൽ നമ്പ്യാർ സൂചിപ്പിച്ച കാര്യങ്ങളോടൊക്കെ ഞാൻ യോജിക്കുന്നു. സിസ്റ്റർ ജസ്മി, മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥ, മനുഷ്യന്റെ പട്ടിണി, മനുഷ്യന്റെ ദാരിദ്ര്യം, മനുഷ്യന്റെ നിർധനാവസ്ഥ, ഇതൊക്കെ ചൂഷണം ചെയ്തുകൊണ്ട് കാരുണ്യ പ്രവർത്തനം നടത്തുന്നത് ശരിയാണോ? ഇപ്പോൾ നോക്കൂ, ഈ കന്യാസ്ത്രീകൾക്ക് ഇതൊക്കെ അറിയാം. അവർക്ക് മറത്ത് പറയാൻ സാധിക്കില്ല, അല്ലേ? ഒരിക്കലും അവർക്ക് തിരിച്ച് പറയാൻ പറ്റില്ല. ചോദ്യം ചെയ്തവർ ആരൊക്കെയോ, ഏതൊക്കെ കന്യാസ്ത്രീകളോ ആണോ, അവരൊക്കെ പുറത്തു പോയ ചരിത്രമുണ്ട്, അല്ലേ? സിസ്റ്റർ ജസ്മി ഉൾപ്പെടെ ചിലതിനെയൊക്കെ, ചില വ്യവസ്ഥകളെയൊക്കെ ചോദ്യം ചെയ്തു, വ്യവസ്ഥിതികളെ ചോദ്യം ചെയ്തു, പുറത്തുപോയി. അപ്പോൾ ഇവിടെ കന്യാസ്ത്രീകളുടെ നിസ്സഹായാവസ്ഥ കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? അത് തീർച്ചയായും കന്യാസ്ത്രീകളുടെ നിസ്സഹായതയും അവരുടെ നിയമത്തിൻ്റെ ബോധക്കുറവും. എപ്പോഴും അധികാരികളുണ്ട് രക്ഷിക്കുക. അവർ പറഞ്ഞാൽ അനുസരിച്ചാൽ മതി, അനുസരിച്ചാൽ സ്വർഗത്തിലും പോവും. ഇവിടുത്തെ എന്ത് നിയമവ്യവസ്ഥ തെറ്റിച്ചാലും അത് അധികാരികൾ നോക്കിക്കോളും. അങ്ങനെയുള്ളൊരു ലാഘവത്വം അത് മാറണം. അതിനെ ഈ ഒരു സംഭവം കണ്ണു തുറപ്പിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കണ്ണു തുറപ്പിക്കണം. കാരണം നമ്മൾ ഏത് നന്മ ചെയ്യുമ്പോഴും ഈ രാജ്യത്തിൻ്റെ നിയമത്തിൽ നിന്നുകൊണ്ട് ചെയ്യണം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ തെറ്റുകൾ വലിയ വലിയ പ്രശ്നങ്ങളായി മാറണം. ഇപ്പോൾ ഇതൊരു വലിയ പ്രശ്നമായി മാറി. ഇവർ മനുഷ്യക്കടത്ത് നടത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് ഒരുപാട് പ്രാവശ്യം ചെയ്യുന്നതാണ്. കുറേ പേര് കേരളത്തിൽ നിന്ന് വേറെ സ്റ്റേറ്റുകളിലേക്ക് കൊണ്ടുപോകും. അവിടെ ജോലി ചെയ്യാനാണ്. അതിലൂടെ കുറച്ച് കഴിയുമ്പോൾ അവർ ചിലപ്പോൾ ക്രിസ്ത്യാനികളാവും. മതപരിവർത്തനം സാവധാനം നടക്കും. പക്ഷെ ലക്ഷ്യം മുഴുവനും അതല്ല. ജോലി ചെയ്യാനായിട്ട് ഇവർക്ക് ജോലി കൊടുക്കുന്നു. അതൊക്കെയാണ് ഇവരുടെ കാരുണ്യ പ്രവർത്തനം. അവിടെ നിന്നും കുറേ പേർ ഇങ്ങോട്ടും കൊണ്ടുവരും. ഇതൊക്കെ ചെയ്യുമ്പോഴും ആ ലാഘവത്വം, അതിൻ്റെ നിയമവശം ഒന്നും നോക്കില്ല. പിന്നെ അവർക്ക് എന്തോ വന്നാലും അധികാരികൾ നോക്കിക്കോളുമല്ലോ. അങ്ങനെ ആകരുത്. ഇപ്പം ഈ ഒരു സംഭവത്തിൽ എല്ലാവരും അലേർട്ടാവണം. പിന്നെ അനിൽ നമ്പ്യാർ പറഞ്ഞതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് വേണ്ട ഗൗരവത്തിൽ ഗൗനിക്കുന്നില്ല. നീ പറഞ്ഞതനുസരിച്ചാൽ മതി. അതൊക്കെ മാറണം. എല്ലാവർക്കും റെസ്പോൺസിബിൾ ഒബീഡിയൻസ് ആണ് വേണ്ടത്. ഞങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞാലും ഇറ്റ് ഷുഡ് ബി റെസ്പോൺസിബിൾ ഒബീഡിയൻസ്. അത് ഈ സിസ്റ്റേഴ്സിനെയൊന്നും പഠിപ്പിച്ചിട്ടില്ല, പാടില്ല. അപ്പോൾ ഞാനൊക്കെ റെസ്പോൺസിബിൾ ഒബീഡിയൻസിന് ശബ്ദം വയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പുറത്ത്, നിവൃത്തിയില്ല. അപ്പോൾ എല്ലാവരും മിണ്ടാതെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്കും ഒരു സുരക്ഷയ്ക്ക്, അവർക്ക് ഒരു വിശ്വാസമുണ്ട്
എന്തു വന്നാലും ഞങ്ങളെ രക്ഷിക്കാൻ അധികാരികളുണ്ട്. അധികാരികളുടെ വിശ്വാസം ദൈവത്തിൽ എന്നതിനേക്കാൾ കൂടുതൽ അവരുടെ സമ്പത്തിലും അവരുടെ അധികാരത്തിലുമാണ്, രാഷ്ട്രീയ സ്വാധീനത്തിലുമാണ്. അപ്പം അതൊക്കെ ഒന്ന് മാറാൻ, ഏത് തിന്മയിൽ നിന്ന് പോലും നന്മ പുറപ്പെടുവിക്കുന്ന ദൈവം എന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇതൊരു തിന്മയുടെ ഈ സംഭവം പോലും നന്മയായി രൂപാന്തരപ്പെടുത്താൻ ഇടവരട്ടെ. ഇവരുടെയൊക്കെ കണ്ണു തുറക്കട്ടെ, എല്ലാവരുടെയും, എൻ്റെ ഉൾപ്പെടെ. നിയമത്തിലൂടെ നമുക്ക് പോകണം. രാജ്യത്തിൻ്റെ നിയമം ഇമ്പോർട്ടൻ്റ് ആണ്. അത് അജ്ഞതയും പാടില്ല, അത് അനുസരിക്കാതിരിക്കാനും പാടില്ല.